പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന നാഗരാജാവ് വാസുകിയുടെ ജന്മദിനമാണ് കന്നിമാസത്തിലെ ആയില്യം. ഭാരതീയ പുരാണപ്രകാരം പാതാളത്തിൽ വസിക്കുന്ന നാഗദൈവങ്ങളുടെ രാജാക്കളിൽ ഒന്നാണ് വാസുകി. വാസുകി കശ്യപ മുനിയുടെയും കദ്രുവിൻ്റെയും പുത്രനാണ്. നാഗക്ഷത്രിയ വംശം ഇന്നും അതിൻ്റെ പരമ്പരകളാൽ അവരുടെ പ്രീതിക്കും കുലഗുരുവായ കശ്യപ ഗുരുവിൻ്റെ പ്രീതിക്കുമായി കാവുകളിൽ തിരിവെച്ച് തൊഴുത് 100 പാലും സമർപ്പിച്ച് സർപ്പബലി നൽകുന്നു. തറവാടുകളിലെ സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിൽ സർപ്പപ്രതിഷ്ഠയുള്ളയിടത്തും സർപ്പക്ഷേത്രങ്ങളിലുമെല്ലാം ഈ ദിവസം ഉത്സവമായി കൊണ്ടാടുന്നു. ഒരു മാസത്തിൽ 2 ആയില്യം വന്നാൽ സാധാരണ രീതിയിൽ രണ്ടാമത്തേതാണ് എടുക്കുക. കന്നിമാസത്തിലെ ആയില്യത്തിന് പ്രാർത്ഥിച്ചാൽ 1 വർഷത്തെ ഫലം കിട്ടും എന്നാണ് വിശ്വാസം. 100 പാലും പാൽപായസം, കദളിപ്പഴം തുടങ്ങിയ വഴിപാടുകളാണ് സാധാരണ ആയില്യത്തിന് സമർപ്പിക്കുന്നത്. പാമ്പുമ്മക്കാട്, ആമേട, വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ കന്നിമാസത്തിലും മണ്ണാറശാലയിൽ തുലാമാസ ആയില്യവുമാണ് വിശേഷ ദിവസമായി ആഘോഷിക്കുന്നത്. സർപ്പസാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. സർപ്പങ്ങളെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടവും വർദ്ധിക്കും എന്നാണ് വിശ്വാസം. സന്താനദോഷം, മാറാവ്യാധികൾ, സർപ്പദോഷം എന്നിങ്ങനെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് നാഗാരാധനയിലൂടെ സാധിക്കും. ആയില്യത്തിന് വ്രതമെടുക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഈ ദിനത്തിൽ വ്രതമെടുക്കുന്നവർ തലേ ദിവസം മുതൽ തന്നെ വ്രതത്തിനുള്ള ചടങ്ങുകൾ നടത്തേണ്ടതാണ്. മദ്യം, ലഹരി, മത്സ്യമാംസങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. ഇത് കൂടാതെ ബ്രഹ്മചര്യം പാലിക്കുകയും ഭക്ഷണം ഉപേക്ഷിച്ച് പൂർണ്ണമായും വ്രതമെടുക്കേണ്ടതുമാണ്. എന്നാൽ ആരോഗ്യ പ്രശ്നമുള്ളവർ വ്രതമെടുക്കുമ്പോൾ ലഘുഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല. അടുത്ത ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണ വീട്ടി വേണം വ്രതം അവസാനിപ്പിക്കുവാൻ. ഈ ദിവസം ശിവക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതും നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും 5 തവണ വലം വയ്ക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. രാവിലെ സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമയത്തിന് ശേഷം വലം വയ്ക്കുന്നത് ശ്രദ്ധിക്കണം. ഇതുകൂടാതെ 365 തവണ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കേണ്ടതാണ്. ഇതെല്ലാം നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും. എല്ലാ മാസത്തിലെയും ആയില്യം പോലെയല്ല കന്നിമാസത്തിലെ ആയില്യം. ഈ മാസത്തിലെ ആയില്യ പൂജ തൊഴുതാൽ അത് 1 വർഷത്തെ നാഗപൂജ തൊഴുന്നതിന് തുല്യമാണ്. കാരണം നാഗശാപം അത് തലമുറകളോളം നമ്മളെ പിന്തുടരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാഗശാപത്തിന് പ്രതിവിധിക്കും പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുന്നതിനും കന്യായില്യം തൊഴുന്നതും വ്രതമെടുക്കുന്നതും സഹായിക്കും. ഇത് കൂടാതെ സർപ്പശാപങ്ങൾ അകറ്റുന്നതിനും സർപ്പബലി നടത്താവുന്നതുമാണ്. രോഗപരിഹാരത്തിനും നാഗശാപം മാറുന്നതിനും സർപ്പദോഷത്തിന് പരിഹാരം കാണുന്നതിനുമെല്ലാം കന്യായില്യ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. സർപ്പക്കാവ് നശിപ്പിക്കുകയും സർപ്പത്തെ കൊല്ലുകയും ചെയ്താൽ സർപ്പബലിയിലൂടെ അതിന് പരിഹാരം കാണേണ്ടതാണ്. ഇത് കൂടാതെ കളമെഴുതി സർപ്പം പാട്ടും സർപ്പം തുള്ളലും നടത്തുന്നതും നല്ലതാണ്. നിങ്ങളുടെ ദശാകാലങ്ങൾ അനുസരിച്ച് രാഹു, കേതു ദശാസന്ധിയുള്ളവർ സർപ്പക്ഷേത്രത്തിൽ ഈ പ്രത്യേക ദിനത്തിൽ വഴിപാടുകളും മറ്റും ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ്.